ഇനി 1727 മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് എത്തുകയാണ്, അദ്ദേഹം രാജാവാകുന്നുണ്ട്. അപ്പം ഇത്തരത്തില് തിരുവിതാംകൂറിൽ ഒരു രാജാവ് അധികാരത്തിലേക്ക് വരുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ അവസാനത്തിലേക്ക് പഠിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ ഒരു അധികാരദാന ചടങ്ങ് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുന്ന കിരീടധാരണ ചടങ്ങിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, രാജാവായിട്ട് മാറുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും 1498 മുതൽ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം യൂറോപ്യൻ ശക്തികൾ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള, പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നീട് ഏറ്റവും പ്രബലമായിട്ട് വരുന്ന ഒരു യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരായിരുന്നു. അപ്പം ഈ ഡച്ചുകാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങളും അധികാര കേന്ദ്രങ്ങളും ഒക്കെ ഈ ഒരു കാലയളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. അപ്പം ഇതേ ഒരു കാലയളവിൽ കൊച്ചിയിൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് ഡച്ചുകാർ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചൊരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോഗ്രഫിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഓരോ പ്രദേശങ്ങളും എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം വേണാട് ഉണ്ട്, വേണാടിന് കുറച്ച് നോർത്തായിട്ട് കായംകുളം, അതിന് കുറച്ചും കൂടെ മുകളിലായിട്ട് എന്തുണ്ട്, കൊച്ചി വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ വേണാടിന് താഴെയായിട്ട് എന്ത് വരുന്നുണ്ട്, കന്യാകുമാരി വരുന്നുണ്ട്, കുളച്ചൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജോഗ്രഫിക്കലി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കഥയിലേക്ക് വരാം. അപ്പം ഈ പറയുന്ന ഡച്ചുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചിയിൽ അവർ അവരുടെ അധികാരം നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്താണ് അവരുടെ തെക്ക് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നത്, മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 1730 കാലഘട്ടം മുതൽ തന്നെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ ആക്രമണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചു കെട്ടിയിട്ട് തന്റെ അധികാരത്തിനെ സ്ഥിരപ്പെടുത്തുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡവർമ്മ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് വേണാടിന് തൊട്ടു മുകളിൽ കിടക്കുന്ന തെക്കുംകൂറ്, വടക്കുംകൂറ് ഇതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര ഇതുപോലുള്ള പ്രദേശങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞതൊന്ന് ഓർത്ത് വെക്കുക. കാരണം നെയ്യാറ്റിൻകരയൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം, തന്റെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരു വിളിപ്പേര് കിട്ടുന്നുണ്ട്, നെയ്യാറ്റിൻകര പ്രിൻസ് എന്നുള്ള ഒരു വിളിപ്പേരൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സാന്ദർഭികമായിട്ട് എപ്പോഴെങ്കിലും PSC നിങ്ങളെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി ഇങ്ങനെ തങ്ങളുടെ അധികാര പരിധി, അല്ലെങ്കിൽ തന്റെ അധികാര പരിധി മാർത്താണ്ഡവർമ്മ വടക്കേ കേരളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കൊച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇളയെടുത്ത് സ്വരൂപം എന്ത് ചെയ്യുന്നത്. ഇളയെടുത്ത് സ്വരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള ഭരണാധികാരിയാണ്. അപ്പൊ കൊച്ചിയിലുള്ള ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിട്ട് മാറുകയാണ്. ഓക്കെ, അത്രയും കാലം ഡച്ചുകാരുടെ അധീനതയിൽ അല്ലെങ്കിൽ ഡച്ചുകാരുടെ ആശ്രിതനായി നിന്നിരുന്ന ഇളയെടുത്ത് സ്വരൂപത്തിലെ രാജാവ് ഇപ്പം എന്ത് ചെയ്യാണ്, മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതോട് കൂടിയിട്ട് കൊച്ചിയിൽ നിന്നുള്ള തങ്ങളുടെ ട്രേഡ്, അതായത് തങ്ങളുടെ വ്യാപാരം പരുങ്ങലിലാവും എന്ന് ആർക്ക് മനസ്സിലായി, ഡച്ചുകാർക്ക് മനസ്സിലായി. അപ്പം ഇതോട് കൂടിയിട്ട് ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരായിട്ട് ഒരു യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഇവർക്ക് തീർത്ത് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ തീരുമാനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സൈന്യം അദ്ദേഹം പടുത്തുയർത്തി വെച്ചിട്ടുണ്ട്. അന്നത്തെ നായർ പടയാളികളുടെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സൈന്യം മാർത്താണ്ഡവർമ്മയ്ക്കുണ്ട്. എന്നാൽ ഡച്ചുകാർക്ക് അന്ന് കേരളത്തിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ സമയത്ത് മാർത്താണ്ഡവർമ്മയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു സൈന്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു യുദ്ധതന്ത്രം എടുക്കുകയാണ്. അപ്പം കൊച്ചി എന്ന് പറയുന്നത് വടക്കൻകൂറിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ നോർത്തിലാണ്. അപ്പോൾ സൗത്ത് ഭാഗത്തായിട്ട്, നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തായിട്ട് എന്തുണ്ട്, ശ്രീലങ്ക നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്തോനേഷ്യ നിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി ജാവ എന്ന് പറയുന്ന പ്രദേശം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും ശക്തമായ സാന്നിധ്യമായിട്ട് ഡച്ചുകാർ നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. 1730 അല്ലെങ്കിൽ 1740 കാലഘട്ടം എന്ന് പറയുന്നത് ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും ഡച്ചുകാർ ശക്തമായിട്ടുള്ള തങ്ങളുടെ കോളനികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പം ഇവരുടെ യുദ്ധ പദ്ധതി എന്ന് പറയുന്നത് നോർത്ത് നിന്നും സൗത്ത് നിന്നും ഒരുപോലെ എന്ത് ചെയ്യാം, മാർത്താണ്ഡവർമ്മയെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശ്രീലങ്കയിൽ നിന്നുള്ള പടയാളികളെയും കൂടെ ചേർത്തിട്ട് കൊച്ചിയിൽ നിന്നുള്ള കുറച്ച് പടയാളികൾ കൂടെ നമ്മുടെ സൗത്തിലേക്ക് വന്നിട്ട് കുളച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നുണ്ട്. അതായത് കുളച്ചലിന് തൊട്ട് താഴെയുള്ള പല പ്രദേശങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങളുടെ ആ ഒരു സൈനിക നീക്കത്തിൽ ഡച്ചുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കിയിട്ട് അവര് കുളച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നതോട് കൂടിയിട്ട് മാർത്താണ്ഡവർമ്മയും തന്റെ സൈന്യവുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ കുളച്ചൽ എന്ന പ്രദേശത്ത് വെച്ചിട്ട് ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടുകയും ആ ഒരു സൈനിക നീക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1741 നടക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ, ഈ ഒരു കുളച്ചൽ യുദ്ധത്തിൽ വെച്ചിട്ട് അന്നത്തെ ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്ന അല്ലെങ്കിൽ ഡച്ച് പടനായകനായിരുന്ന ഡെലനോയെ എന്ത് ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നുണ്ട്, യുദ്ധ തടവുകാരനായിട്ട് പിടിച്ചെടുക്കുന്നത്. അപ്പം ഈ പറയുന്ന ഡെലനോയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ സംഖ്യകളിൽ മാറ്റം ഉണ്ടെങ്കിലും 28ഓളം വരുന്ന മറ്റ് ഡച്ച് പടയാളികളെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു എന്നാണ് വിവിധ ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും അന്ന് പിടിച്ചെടുത്തിട്ടുള്ള പടനായകന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കുക, ഡെലനോയ്. ഓക്കെ, അങ്ങനെ ഡെലനോയി എന്ത് ചെയ്യുന്നുണ്ട്, 1741 ഡച്ച് യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. ഇനി ഇങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് മാർത്താണ്ഡവർമ്മ ഡെലനോയ്ക്ക് ഒരു ഓഫർ വെക്കുകയാണ്. അതായത്
1740 ശേഷം 1741 ശേഷം തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായിട്ട് അല്ലെങ്കിൽ സൈന്യത്തിന്റെ ട്രെയിനറായിട്ട് ഡെലനോയി എന്ത് ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡവർമ്മ അപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ തന്റെ സൈന്യത്തിന്റെ പരിശീലകനായിട്ട് മാറിക്കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു തരാം എന്ന് പറയുന്ന ഒരു ഓഫറാണ് എന്ത് ചെയ്യുന്നത്, മാർത്താണ്ഡവർമ്മ കൊടുക്കുന്നത്. ഡെലനോയി അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് വീണ്ടും മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ ഒരു വർഷം ഓർത്തു വെക്കുക, 1741. ഇനി 1741 ഡെലനോയി എന്ത് ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡവർമ്മയുടെ സൈനിക തലവനായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം 1742 വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തിലേക്ക് ഡെലനോയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, മാർത്താണ്ഡവർമ്മ തന്റെ സൈനിക നീക്കം നടത്തുകയാണ്. അങ്ങനെ 1742 മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം കായംകുളം എന്ന് പറയുന്ന സമയത്ത് ആലപ്പുഴ, അങ്ങനെ ആലപ്പുഴ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത്. അപ്പം ആ വർഷം ഒന്ന് ഓർത്തു വെക്കുക, 1742. അപ്പൊ 1742 ഡെലനോയുടെ നേതൃത്വത്തിൽ പുറക്കാട് യുദ്ധത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കായംകുളം ഇദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കായംകുളം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. കാരണം അതിന് കുറച്ചും കൂടെ നോർത്തിലേക്ക് വരുന്ന സമയത്ത് കൊച്ചിയാണ്. പിന്നെ അതുകൂടാതെ കായംകുളത്ത് അല്ലെങ്കിൽ ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമുണ്ട്, കൃഷ്ണപുരം പാലസ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ കൃഷ്ണപുരം പാലസിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചുവർ ചിത്രമുണ്ട്, ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്നതും ചരിത്ര പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചുവർ ചിത്രം കൂടെയാണ്. ഈ ഗജേന്ദ്ര മോക്ഷം അന്നത്തെ കാലഘട്ടത്തിൽ അത് വരച്ച്, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്ന് ഖ്യാതി നേടിയിട്ടുള്ള ഒരു ചുവർ ചിത്രം കൂടെയാണ് എന്ത്, ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ സാന്ദർഭികമായിട്ട് ഇതും കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ കൃഷ്ണപുരം പാലസ് അവിടെ എന്തുണ്ട്, ഗജേന്ദ്ര മോക്ഷം കൂടെ വരുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും 1741 യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇത് സത്യത്തിൽ ഡച്ചുകാർക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവരുടെ ഭരണം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഒരു യുദ്ധമാണ് 1741 യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു അവസാനത്തെ ശ്രമം എന്നുള്ള രൂപത്തിൽ 1753 ഡച്ചുകാർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്തും മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 1753 യുദ്ധത്തിൽ അവിടെയും സ്വാഭാവികമായിട്ടും മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിനെ നയിക്കുന്നത് ഡെലനോയ് തന്നെയാണ്. അപ്പൊ സത്യത്തില് ഡെലനോയ് എന്ന് പറയുന്ന ഡച്ചുകാരൻ നയിക്കുന്ന മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 1753 ഉണ്ടാകുന്ന ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് ഡച്ചുകാർക്ക് കേരളത്തിലുള്ള സ്വാധീനം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ്. അപ്പം ഡച്ചുകാരുടെ കേരളത്തിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ഭരണം ഇല്ലാതാക്കിയ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന് 1741 കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്, രണ്ടാമത്തത് 1753 മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ.